ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ GSB സ്റ്റോക്കിലൊക്കെ ഇതാ മൊത്തം നിലയൊക്കെ നല്ല നനഞ്ഞ് പൊടിയൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളും ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ വർക്ക് എന്നറിയില്ല, സൈറ്റിൽ എന്താ അവസ്ഥ എന്നറിയില്ല. മഴ പെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടായോ എന്നറിയില്ല. നമ്മളെന്തായാലും നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. ഹായ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുറകിലായിട്ട് കാണുന്നത് ഇതൊരു സ്റ്റീൽ ഫാക്ടറിയാണ് കേട്ടോ. ഇവിടെ 24 മണിക്കൂറും വർക്ക് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് മറ്റേ കമ്പി, നമ്മളെ കോൺക്രീറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇടുന്ന കമ്പി ഉണ്ടാക്കുന്ന സ്റ്റീൽ ഫാക്ടറിയാണിത്. ഇപ്പോൾ രാത്രിയൊക്കെ മൊത്തം വർക്കാണ്, ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ വണ്ടികൾ ഇവിടെയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മുടെ വണ്ടി നമ്മൾ കണ്ടെത്തണം. നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ, ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പം നമ്മുടെ അമലൊക്കെ എത്തി കേട്ടോ. ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ ലോഡർ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ പ്ലാന്റ് ഇന്ന് വർക്കിംഗ് അല്ല. ഇനിയിപ്പോൾ ഇന്ന് വർക്ക് ചെയ്യുമോ എന്നറിയില്ല. ഇവിടേക്ക് വെള്ളക്കെട്ടാണ്. നല്ല മഴയായിരുന്നില്ല രാത്രി. നമ്മുടെ പ്ലാന്റിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താ അവസ്ഥ എന്നുള്ള നോക്കാൻ വന്നതാണ്. കാരണം ഇന്നലെ അത്ര നല്ല മഴയാണ് ഇവിടെ പെയ്തത്. ഇവിടെയൊക്കെ വെള്ളക്കെട്ടായി. ഒരു തടാകം പോലെ ഇങ്ങനെ വെള്ളക്കെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽസൊക്കെ മൊത്തം നനഞ്ഞു കുളിച്ചു. ഇപ്പോൾ പൊടിപടലങ്ങളൊന്നുമില്ല. നമ്മുടെ ലോഡറും JCBയും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റിലെ അവസ്ഥ ഇതാണ് ഇന്ന് രാവിലത്തെ. പ്ലാന്റിൻ്റെ ഉള്ളിലും നമ്മുടെ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ ലോഡറിലെ ആശാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ JCBയിലെ അമലിത നടന്നു വരുന്നുണ്ട്. വണ്ടിയിലൊക്കെ മൊത്തം വെള്ളമാണ്. ടിപ്പറൊക്കെ പൊക്കിയതാ വെള്ളം മറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അനീഷാട്ടനും കണ്ണനും രാവിലെ തന്നെ ഉറക്ക് തെളിയാത്ത രീതിയിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദര കുട്ടപ്പനായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷിബിയാട്ടം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ലോറിയുടെ ബോണറ്റൊക്കെ പൊക്കി നോക്കുന്നുണ്ട്. ഓയിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിബിയാട്ട് എന്നേരത്തൊക്കെ ലോഡ് സ്ഥിതി വളരെ മോശമായിരുന്നില്ല. അപ്പൊ നമ്മുടെ കുമാരന്റെ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അനിയാട്ടനും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനിയേട്ടാ, ഇന്നേടിയ പണി? പണി മൊത്തം സീനാ അല്ലേ? അപ്പോൾ നമ്മുടെ മാനേജർ വരണം. മാനേജർ വന്നാലാണ് പരിപാടിയിൽ നടക്കുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഇവിടത്തേക്ക് വരുന്ന ലോഡാണ് കേട്ടോ, ക്രഷറിന്ന്. നമ്മുടെ ബാക്കിയുള്ള ഡ്രൈവേഴ്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ 2 വണ്ടിയും ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് സമയം ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിലിടും, എന്നിട്ടേ വണ്ടി എടുക്കാറുള്ളൂ. നമ്മുടെ എല്ലാ ഡ്രൈവേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മാനേജറും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയാണ് വർക്ക്, എന്താണ് വർക്കിൻ്റെ സ്ഥിതിയെന്ന് നമ്മുടെ മാനേജർ പറയണം. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്.
അപ്പോൾ അത് ദൂരെയായിട്ട് നമ്മുടെ ആശാൻ ഒരു വണ്ടിക്ക് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മളാണ് ലോഡ് കയറ്റേണ്ടത്. അപ്പോൾ നമ്മളിവിടുന്ന് WM ആണ് കേട്ടോ ഫസ്റ്റ് ലോഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ WM കയറ്റിയിട്ട് നമ്മുടെ ഉപ്പളെ കൊണ്ടുപോയി തട്ടണം. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ഒരു ടയർ പഞ്ചറായിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം സ്റ്റെപ്പിനി എടുത്തിട്ടതാണ്, ഇനി അത് ശരിയാക്കണം. അതുപോലെ നമ്മുടെ ഷിബിയാടൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്, നമ്മുടെ കണ്ണനും ഇതിലുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ നിശാന്തേട്ടൻ്റെ കൂടെയായിരുന്നു, ക്രഷറിലെ ഓട്ടമായിരുന്നു. അപ്പോൾ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. അന്ന് നമ്മൾ നമ്മുടെ വണ്ടി തന്നെയാണ്, നമ്മുടെ ശ്രീജേഷേട്ടൻ്റെ കൂടെയാണ് നമ്മൾ ഇന്ന് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ടയർ ഇന്നലെ പഞ്ചറായിരുന്നു, അപ്പോൾ ആ ടയർ പഞ്ചർ അടക്കണം. അങ്ങനെ കണ്ട കുറച്ച് പരിപാടികൾ ഇന്നുണ്ട്. നമ്മുടെ വണ്ടി ലോഡിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആശാനിത് അവിടുന്ന് ലോഡാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറകിലായിട്ട് കാണുന്നതാണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ സ്റ്റോക്കും അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റൊക്കെ വരുന്നത്. നമ്മുടെ റൂമിൻ്റെ അടുത്ത് നിന്നാണ് നമ്മുടെ വണ്ടിയിലോട്ട് WM ലോഡായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു, അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഷിബിയാട്ടൻ്റെ വണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ കുമാരൻ്റെ വണ്ടിയും ഉണ്ട്. അതൊക്കെ WM ലോഡാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒന്ന് ശ്രീജേഷേട്ടനാണ്, ശ്രീജേഷേട്ടനും ഞാനുമാണ് ഇന്ന് വണ്ടിയിലുള്ളത്. അപ്പോൾ ഏതാണ്ട് ഒസങ്കടി എത്താറായിട്ടുണ്ട്. നമ്മൾ ലോഡുമായിട്ട് ഉപ്പള എത്തിയിട്ടുണ്ട്. നമ്മുടെ ഉപ്പളയുള്ള ആറിവാളിലെ പാനല് മൊത്തത്തിൽ വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ലോഡ് തട്ടേണ്ടത്. നമ്മുടെ എല്ലാ വണ്ടികളും ഇതാ ഇവിടെ ഉണ്ട്, മെഷീനറീസ് മൊത്തം ഇവിടെ ഉണ്ട്. ഇന്നലെ മഴ പെയ്തിട്ട് വലിയ ചളി പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതാ ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നും സൈഡിൽ വന്നിട്ടില്ല. മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണുള്ളത്. നമ്മുടെ ആർട്ടിക് ഫർണിച്ചറിൻ്റെ മുന്നിൽ വരെ ഫ്രണ്ടിൽ വരെ ഇപ്പോൾ WM ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ മുതൽ ഇപ്പോൾ ഫ്ലൈ ഓവർ വരികയാണ് ഇനിയിപ്പോൾ ബാക്കി വർക്ക് ചെയ്യേണ്ടത്. ദൂരാതാ. അപ്പം നമുക്ക് ലോഡ് തട്ടേണ്ടത് കൈക്കമ്പ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ. അവിടെ നമ്മുടെ പേവർ മെഷീൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ റോഡൊക്കെ WM ഒക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ആ സൈഡിൽ ഒരുപാട് ഫ്രിക്ഷൻ സ്ലാബുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ടാറിങ്ങിൻ്റെ ഏരിയ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി തട്ടാൻ വേണ്ടിയിട്ട് റിവേഴ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇതാ സ്ട്രിങ് അടിച്ച് വെച്ചിട്ടുണ്ട്. പേപ്പറിൻ്റെ ലെവല് നോക്കാനുള്ള ചെക്ക് ചെയ്യാനുള്ള കമ്പിയാണ്. നമ്മുടെ വണ്ടി ഇതാ പേപ്പറിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല വെയിൽ വന്നു തുടങ്ങി. ഇവിടെയൊക്കെ ഇറ്റാച്ചി എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളിൽ നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കൈക്കമ്പ അണ്ടർപാസിൻ്റെ മുകളിലായിട്ട് അടുത്ത ടാറിങ്ങിൻ്റെ പരിപാടിയിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ WM ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. GSPയുടെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിലായിട്ട് കാണുന്നത് നമ്മുടെ കൈക്കമ്പ അണ്ടർ പാസേജിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ
മറുവശത്തായിട്ട് ഇവിടെ നമ്മുടെ റോളറൊക്കെ അടിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഡബ്ല്യുഎമ്മിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. നമ്മുടെ പേവർ ഇവിടെ ഡബ്ല്യുഎം വലിച്ചു തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കൈക്കമ്പ അണ്ടർപാസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതാ നല്ല തിരക്കാണ് കേട്ടോ. താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ബസ്സൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. റോഡൊക്കെ തിരക്കായി തുടങ്ങി. അപ്പോൾ നമ്മുടെ പണി നല്ല സ്പീഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ സൂപ്പർവൈസർ അശ്വന്തും ഉണ്ട്. നമ്മുടെ ലോഡ് തട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതാ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞി പൂച്ചയുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ സൈഡിലായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കോൺക്രീറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റോഡ് നല്ല കടല് പോലെ അങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോഡ് കഴിഞ്ഞു. ഉപ്പള ആർട്ടിക് ഫർണിച്ചറിൻ്റെ മുന്നിൽ നിന്ന് മൈജിയുടെ മുന്നിൽ നിന്ന് നമ്മുടെ അണ്ടർപാസ് ഏരിയയിലേക്ക് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പിടുത്തം പെട്ട പണിയാണ്. എല്ലാ മെഷീനറീസും നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കലേഷിൻ്റെ വണ്ടിയൊക്കെ ഇവിടെയാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ പോകണം. അവിടെ നമ്മുടെ ടയറൊക്കെ മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പോവാ. നമ്മുടെ വണ്ടി ഇതാ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ടയറ് സ്റ്റെപ്പിന് പഞ്ചറായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കുകയാണ്. ഇവിടെ ഒരു JCBക്ക് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ താറിൻ്റെ വണ്ടികളൊക്കെ ഇതാ ലോഡ് ചെയ്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ താർ പ്ലാന്റിൽ താറ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചറായ ട്യൂബ് ഇതാ പഞ്ചറൊക്കെ അടച്ച് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ടൈറ്റ് നിർത്തി ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെസ്സ്. ഇവിടുന്ന് നല്ല കഞ്ഞിയൊക്കെ കുടിച്ച് ഫില്ലാക്കി. ഇനി നമുക്ക് നമ്മുടെ കയ്യാർ ക്രഷറിൽ പോയി ലോഡ് എടുക്കണം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ കൂടെ ശ്രീജ ചേട്ടനുണ്ട് കേട്ടോ. നമ്മൾ ഓടി സീതാംകൊല്ലി ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യാറ് ക്രഷറിലോട്ട് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ JCBയുടെ ഷോറൂമൊക്കെ ഈ ഭാഗത്തോട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കാസർഗോഡുള്ള അധിക പുഴകളും ഇതുപോലെ വറ്റി വരണ്ടാണ് കിടക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. എല്ലാ പുഴകളും മഴക്കാലം ആയാൽ മാത്രമേ വെള്ളം ഉണ്ടാവൂ, ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. മുന്നിൽ കാണുന്ന ഈ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെങ്കിൽ ഇത് ഈ മൊത്തത്തിലുള്ള നമ്മുടെ കാസർഗോഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു വരണ്ട ഒരു പ്രദേശമാണ്. അപ്പോൾ ക്രഷറിന്ന് ലോഡൊക്കെ കയറ്റി വരുന്ന വണ്ടിയൊക്കെ ഇതിൽ പോയി പോകുന്നുണ്ട്. ഇവിടെയൊക്കെ റോഡിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലം മണ്ണിടിഞ്ഞ റോഡാണ് കേട്ടോ. അപ്പോൾ റോഡൊക്കെ മണ്ണിൽ തന്നെ ഉണ്ട്. അതൊക്കെ ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അതിന് മാത്രമുള്ള വണ്ടിയൊന്നും ഇതുവഴി പോകുന്നില്ല കേട്ടോ. ഓരോ സ്ഥലങ്ങളും ഒരു ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ പോലെയാണ്. പക്ഷെ ഇവിടെയൊക്കെ ഇതാ വീടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഒരു പുഴയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അങ്കമൊഗറു പാലം.
ഇതാ നല്ലൊരു പാലമുണ്ട്. പക്ഷെ പുഴ നോക്കിയാൽ ഇതാണ് അവസ്ഥ. വണ്ടിയൊക്കെ പോയ ട്രാക്കൊക്കെ കാണാം. കുറച്ച് വെള്ളം മാത്രം ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ പുഴകളുടെ അവസ്ഥ ഇതാണ്. വെള്ളമുള്ള പുഴകളിൽ തന്നെ കുറച്ച് മാത്രമേ വെള്ളം ഉണ്ടാവൂ. ഇവിടെയൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ ഏരിയ ഒക്കെയാണ്. പിന്നീട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ കുറച്ച് വരണ്ട പ്രദേശങ്ങളാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ ലോഡിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലോഡർ വിടുന്ന 20 ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി അവിടുന്ന് ലോഡിങ് തന്നെയാണ് കേട്ടോ. ലോഡ് ചെയ്ത് കഴിഞ്ഞില്ല, അവസാന ഘട്ടമായി. ഇനിയിപ്പോൾ നമ്മുടെ ബയ്യ നമ്മുടെ വണ്ടിയുടെ മുകളിലുണ്ട്. ബയ്യ ഇതൊക്കെ ലെവലാക്കി ഇടണം. ഇവിടെ സാധനങ്ങൾ ഇപ്പോൾ കുറവാണ്. ഇനിയിപ്പോൾ സ്റ്റോക്ക് അടിച്ചു കൊണ്ടുവരണം. നമ്മുടെ ലോഡർ ഇവിടുന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിലൊരു വരണ്ടുണങ്ങിയ സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുമുണ്ട്. ഒരു ആളും മനുഷ്യനും ഒന്നും ഇല്ലാത്തൊരു ഏരിയ. ഈ താഴെ കാണുന്ന ഏരിയയൊക്കെ മൊത്തം ചെങ്കൽ കോറികളാണ് കേട്ടോ. അപ്പോൾ ഏതാണ്ട് നമ്മുടെ പരിപാടി ലോഡായിട്ടുണ്ട്. ഇനി ബയ്യ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ നമ്മൾ വണ്ടി ലോഡായിട്ടുണ്ട്. നമ്മളെ ക്രഷറിൽ നിന്ന് ഇറങ്ങി ഇന്ന് ഉപ്പള ഭാഗത്തോട്ടാണ് കേട്ടോ ലോഡ്. അപ്പോൾ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിന് അടുത്തായിട്ടാണ് ലോഡ് തട്ടേണ്ട സ്ഥലം. നമ്മുടെ ക്രഷറിൽ നിന്ന് പോകുന്ന വഴിയൊക്കെ മൊത്തം കോൺക്രീറ്റ് റോഡുകളാണ്. മൊത്തം കാട് പിടിച്ച ഒരു ഏരിയ. ഇവിടെയൊക്കെ ചെറുതായിട്ട് ഓരോ വീടൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പള്ളിയിലച്ഛൻ്റെ വസതിയാണ്. ഒരു അടിപൊളി സെറ്റപ്പ്. ഇപ്പം നേരെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, ഒരു ചർച്ച്. ഇവിടെയൊക്കെ മൊത്തം മതിലൊക്കെ ഇഷ്ടം പോലെ ചെങ്കല്ല് ഉപയോഗിച്ച് കെട്ടിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാലും ചെങ്കല്ലിൻ്റെ പരിപാടിയാണ്. കാരണം ഇവിടെ ചെങ്കലിന് റേറ്റ് കുറവാണ് കേട്ടോ. മൊത്തം ചെങ്കൽ കോറികൾ തന്നെയാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ചെങ്കൽ ദൂരെയായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോകുന്ന വഴിയൊക്കെ ഇതുപോലെ വരണ്ടുണങ്ങിയ പ്രദേശങ്ങളാണ്. നമ്മൾ നേരത്തെ കണ്ട കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയൊക്കെ മൊത്തം വറ്റി വരണ്ട് കിടക്കുകയാണ് കേട്ടോ. നോമ്പുള്ള കാലത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന അവരെ സമ്മതിക്കണം. കാരണം ഈ വെയിലത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പിടിച്ചു നിൽക്കുന്നതിനും വേണൊരു കഴിവ്. ഇപ്പം നമ്മൾ ഉപ്പള ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതായി പൊരി വെയിലത്തൊക്കെ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതുപോലെ കുമ്പള ബന്തിയോട് ഭാഗത്തോട്ടുള്ള ബസ്സാണ് ഇപ്പോൾ ഇതുവഴി പോയത്. അധികവും ചെങ്കൽ കോറികളാണ് കേട്ടോ ഇവിടെയൊക്കെ. ഈ പ്രദേശം മുഴുവൻ ചെങ്കല്ല് കൊണ്ട് നിറഞ്ഞതാണ്. അപ്പോൾ ഇഷ്ടം പോലെ വണ്ടി ഇങ്ങനെ ചെങ്കൽ മടയിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പള എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് ലോഡ് തട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ഗേറ്റൊക്കെ ഓപ്പണായി. അവിടെ അല്ലേ 20? അവിടെ തന്നെ. ഇവിടെ മൊത്തം പിടുത്തം വിട്ട പണിയാണ്. നമ്മുടെ മുരളി ഏട്ടനതാ നടന്നു പോകുന്നുണ്ട് മുന്നിലായിട്ട്. അപ്പോൾ നമുക്ക് ലോഡ് തട്ടേണ്ട സ്ഥലം എത്തിയതാണ്. ഇവിടെയാണ് നമുക്ക് ലോഡ് തട്ടേണ്ടത്, JCBയുടെ ഫ്രണ്ടിലായിട്ട്. ഇപ്പോൾ ഫോർമേഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറിവാൾ പരിപാടി മൊത്തം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഉപ്പള ഏരിയയിലുള്ള സ്ഥിതി. മൊത്തം മെഷീനറീസും ഇവിടെ ഉണ്ട്. എല്ലാ രീതിയിലും പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോഡൊക്കെ തട്ടി പോവുക.
പോട്ടെ പോട്ടെ. അപ്പം നമ്മൾ ലോഡ് തട്ടി വീണ്ടും ലോഡ് എടുക്കാൻ വേണ്ടി നമ്മുടെ ക്രഷറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതാ ഇത്രത്തോളം GSB ഒക്കെ അടിച്ചു കഴിഞ്ഞു. ഇപ്പം ദൂരെയായിട്ട് WM അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല മോര് കറിയും, മോരുണ്ട്, നല്ല കൊഞ്ച് കറിയുണ്ട്. അങ്ങനെ അടിപൊളിയാണ്, നല്ല ഫുഡാണ്. നമ്മുടെ വണ്ടി ലോഡാക്കാൻ വേണ്ടി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമ്മുടെ കൃഷിയുടെ സൈഡിലായിട്ട് ഇതാ മൊത്തം കൃഷിയാണ്. ചീരയുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ചെറിയ പപ്പായ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇതാ ദൂരെയായിട്ട് നല്ല വൈബ് മലയൊക്കെ കാണാം. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ താഴെയായിട്ട് നമ്മുടെ നമ്മുടെ വണ്ടി ലോഡായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പപ്പായൊക്കെ നോക്കിയേ, ചെറിയ പപ്പായ, ഹൈറ്റ് ഇല്ലത് ഇത്രയേ ഉള്ളൂ. പക്ഷേ എങ്കിൽ അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ചെറിയ മരമാണ് പപ്പായയുടെ. ഇതിലൊക്കെ കണ്ടോ ഇഷ്ടം പോലെ പപ്പായ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അതുപോലെ വഴുതിനി, അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഇവിടുന്ന് ഏകദേശം ലോഡായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായി കഴിഞ്ഞു. ലോഡർ ഇവിടുന്ന് പോവുകയാണ്. ബാക്കിയുള്ള പരിപാടി ഇതാ നമ്മുടെ വണ്ടിയുടെ മുകളിലായിട്ട് കിടന്ന് പയ്യെ ചെയ്യുന്നുണ്ട്. പയ്യെ മൊത്തത്തിൽ ലെവലായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓടി ഒസങ്കടി എത്തിയിട്ടുണ്ട്. ഒസങ്കടി പതിവ് പോലെ തന്നെ പാലത്തിൻ്റെ മുകളിൽ ബസ് കിടപ്പുണ്ട്. ഇവിടെയും ബസ് കിടപ്പുണ്ട്. നമ്മുടെ ഫ്രണ്ടിലായിട്ടും ബസ് കിടപ്പുണ്ട്. ഒസങ്കടി ഭാഗത്ത് എപ്പോ വന്നാലും എങ്ങനെ പോയാലും ഒരു 2 ബസ്സെങ്കിലും മിനിമം ഉണ്ടാവും. നമ്മൾ നേരെ നമ്മുടെ മോർത്താനേക്കുള്ള റോഡ് കയറി. അങ്ങനെ നമ്മൾ മോർത്താന എത്തിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ വണ്ടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ലോഡാക്കി വെച്ച വണ്ടിയാണ്. എല്ലാം ഉപ്പള ഭാഗത്തേക്കുള്ള ട്രിപ്പാണ്. നമ്മുടെ ബിബി ഇതാ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ മുരളിയേട്ടനും. അപ്പോഴേ നമ്മളിപ്പോൾ മോർത്താന പ്ലാന്റിലെത്തി. നമ്മുടെ GSB WM സ്റ്റോക്കിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഉപ്പളക്ക് ഇപ്പോൾ ഒരുപാട് വണ്ടി ലോഡ് കയറ്റി പോകുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും ലോഡ് കയറ്റി ഉപ്പളയ്ക്ക് ഇറക്കേണ്ട പരിപാടിയാണ്. അവിടെയാണ് ഇനി നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള വർക്ക്. ഇവിടെയൊക്കെ മൊത്തം സാധനങ്ങൾ തീർന്നു. നമ്മുടെ സ്റ്റോക്കെല്ലാം ഒഴിവാക്കി വരികയാണ്. അപ്പോൾ പിറകിലായിട്ട് ഇപ്പോൾ ഒരു വണ്ടി ലോഡിങ്ങിനാണുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ലോഡിങ്ങിന് വേണ്ടി വയ്ക്കാൻ. ഇതൊക്കെ താറിങ്ങിന് ഉപയോഗിക്കുന്ന ഡസ്റ്റാണ് കേട്ടോ. അപ്പോഴേ നമ്മുടെ വണ്ടി ലോഡിങ്ങിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ണാടിയിലൂടെ നോക്കിയേക്കാണ് നമ്മുടെ ലോഡർ ഇങ്ങനെ കോരി എടുക്കുന്നത്. നമ്മുടെ ഷിജിലാണ് കേട്ടോ ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വലിയ കാറ്റിന്റെ ലോഡർ കൊണ്ട് നമ്മുടെ വണ്ടിയിലോട്ട് ഇങ്ങനെ ലോഡാക്കി ഇടുകയാണ്. അപ്പൊ കണ്ണാടിയിലൂടെ നോക്കിയാൽ നമുക്ക് കാണാം. കണ്ണാടി തന്നെ നമ്മുടെ ഇറ്റാച്ചി അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇറ്റാച്ചിയാണ് ഇതൊക്കെ ഇങ്ങനെ മിക്സ് ആക്കി ഇടുന്നത്. ലോഡർ ഇങ്ങനെ വാരിക്കോരി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റോക്കിൽ നിന്ന് ലോഡ് കയറ്റി ഉപ്പള എത്തിയിട്ടുണ്ട്. ഇവിടെ പതിവ് പോലെ തന്നെ ബ്ലോക്കാണ്. അപ്പൊ ഈ ഗ്യാപ്പിലൊക്കെ നമ്മുടെ വർക്കേഴ്സ് നിന്ന് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പള എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് വന്ന വണ്ടികളൊക്കെ ഇവിടെ ക്യൂവിലാണ്. ഓരോ വണ്ടികളായിട്ട് പേപ്പറിൽ ഇങ്ങനെ തട്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളും ഇവിടെ ഇപ്പോ ക്യൂവിലായി കേട്ടോ. അപ്പൊ
അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ വണ്ടി ലോഡ് തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ടാങ്കർ ഇതാ സൈഡിലൂടെ കയറി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഷിബിയാടൻ്റെ വണ്ടി ഇവിടെ തട്ടിക്കഴിഞ്ഞു. ഷിബിയാടൻ ഇപ്പം അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട ഒരുക്കപ്പാടിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിബിയാട്ടൻ ഇവിടുന്ന് വിട്ടു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ആയിട്ട് കിടപ്പുണ്ട്. ഇവരൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിനി തട്ടാൻ പറ്റുള്ളൂ. ദൂരെയായിട്ട് ഇതാ നമ്മുടെ പേവറിലോട്ട് ഒരു വണ്ടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തായിട്ട് മണ്ണിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ മണ്ണടിച്ച് ഫോർമേഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടൈലറിലോട്ട് ഇതാ ഒരു പേവർ കാറ്റ് ഇതാ ഇതുവഴി കടന്നു പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടികൾ ഇതാ ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഒരുപാട് ദൂരത്തോളം ഇങ്ങനെ ഗ്യാപ്പിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ലെവൽസുകാർ ലെവലൊക്കെ വെച്ച് ശരിയാക്കുന്നുണ്ട്. നമ്മുടെ കൈക്കമ്മ അണ്ടർപാസിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങിയ പണിയാണ്. അപ്പോൾ പേവറൊക്കെ അങ്ങ് ദൂരെ എത്തി. നമ്മുടെ കലേഷിൻ്റെ JCB ഇവിടെ എന്തോ സാധനം എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല പിടുത്തം പണിയാണ്. സൈഡിലൊക്കെ കോൺക്രീറ്റിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മുടെ കലേഷിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാസർഗോഡ് ഏരിയയിൽ കളിച്ച ചങ്ങായിയാണ്. ഇപ്പം കാസർഗോഡ് നിന്ന് മാറ്റിയിട്ട് ഉപ്പള ഭാഗത്തോട്ടാണ് ഇപ്പം മൂപ്പറ പണി. അപ്പോൾ ഉപ്പള നമ്മളെ കൈക്കാമ്പ് ഏരിയയിലാണ് നമ്മളിപ്പോൾ കലേഷ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ക്രെയിനൊക്കെ വെച്ച് ഇതാ സൈഡിൽ ഫ്രിക്ഷൻ സ്ലൈവിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ പേവർ ഇതാ സെൻറ്ററിലൂടെ ഒരു ലെയർ വലിച്ച് അത്രത്തോളം ദൂരം എത്തി. അപ്പോഴേ നമ്മൾ ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ പ്ലാന്റിലോട്ടാണ്. ഇന്നത്തെ അവസാനത്തെ ലോഡും കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഏതാണ്ട് സന്ധ്യയായി വരുന്നുണ്ട്. ഉപ്പളൊക്കെ ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ.